ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പിണ്ടിത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഇങ്ങനെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ ശേഷം നമ്മൾ അതിനകത്തുള്ള ആ നൂല് ഇതുപോലെ ചുറ്റി അതൊന്ന് വലിച്ചു മാറ്റിയെടുക്കണം. അതിൻ്റെ അകത്ത് ആ നൂല് കളഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളകും കൂടെ പറിച്ച് നമ്മൾ ആ ഒരു അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ അരപ്പിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിലിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു കാന്താരി മുളക് ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തേങ്ങാപ്പീരയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മളിത് തോരൻ നമ്മുടെ വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിയ ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ എടുത്ത പിണ്ടി നമ്മൾ നന്നായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ആ പിണ്ടിയിലേക്ക് നന്നായിട്ട് യോജിച്ച് വരാനായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം ഒരു വാഴയില വെട്ടി അത് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിണ്ടി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് മുഴുവനായും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ആ ഒരു പിണ്ടിയിലേക്ക് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ ശരീര ശുദ്ധീകരണത്തിനും ഏറ്റവും നല്ല മരുന്നാണ് ഈ ഒരു പിണ്ടിത്തോരൻ. അപ്പോൾ നമ്മളിത് നമ്മുടെ കറിയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.